ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. നാളെ ദിവാലിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിന്റെയും ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെയും എല്ലാ പ്രേക്ഷകർക്കും ഏകദേശം ഒരു 9 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ചുണ്ട് ഇത് രണ്ടും കൂടെ. എല്ലാവർക്കും ദിവാലി ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. ബിജുചേട്ടാ, ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്, ഈ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ട്രംപിന്റെ താരിഫ് വന്നതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുള്ള വിപ്ലവത്തെക്കുറിച്ചുള്ളതാണ്. അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഇന്ന് പുറത്തു വന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു, പക്ഷെ നമ്മൾ ആ ചർച്ച ചെയ്തത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന കച്ചവടം എന്ന് പറയുന്നത്, ആ കച്ചവടം എന്താണ്, ഇവിടെയുള്ള പല കമ്പനീസ് തന്നെ വളരെ അത്ഭുതത്തോടു കൂടി അതിന്റെ പല പല റിപ്പോർട്ടുകളും പുറത്തുവിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. ഇപ്പോ നവരാത്രി തൊട്ട് ഈ ദിവാലി വരെയുള്ള ഈ സമയത്ത് അതിഭീകരമായിട്ടുള്ള കച്ചവടം, ഏകദേശം 7 ട്രില്യന്റെ കച്ചവടമാണ് നമ്മുടെ ഈ മാർക്കറ്റിൽ നടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പൊ പറയുന്നത് അതിൽ കൂടാം എന്നാണ് പറയുന്നത്. ആ 7 ട്രില്യണെക്കാട്ടിലും കൂടെ, അതായത് നമ്മുടെ ഒരു പർച്ചേസിങ് പവറാണ് നമ്മളിപ്പോ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ നടത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതിരോധ സേനയുടെ ഒരു ഷോ ഓഫ് അല്ലെങ്കിൽ ഒരു ഷോ കേസ് കൂടെയാണ് അവിടെ കാണിക്കുന്നത്. കാരണം നമുക്ക് ഇത്ര ആയുധങ്ങളുണ്ട്, വളരെ പ്രിസൈസ് ആണ്, നിങ്ങൾ നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ വളരെ ഗംഭീരമായിട്ട് വിജയിച്ച് നമ്മുടെ പ്രതിരോധ വിപണി ഇപ്പോൾ കുതിക്കുകയാണ്. അപ്പൊ പല രാജ്യങ്ങളും നോക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണിക്കകത്ത് നമുക്ക് ഒരാളുടെ ആവശ്യമില്ലാതെ നമ്മൾ ഇത്രയധികം പൈസ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിക്ഷേപിക്കാനായിട്ട് വളരെ വലിയ നിക്ഷേപകരുടെ ഇടിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗൂഗിൾ ഇങ്ങോട്ട് വന്ന് അമേരിക്കയ്ക്ക് പുറത്ത് അവരുടെ ഏറ്റവും വലിയ നിക്ഷേപം നടത്തുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന ദ്വീപ് ഒരു വലിയ ഹബ്ബാക്കി മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് കടലിനടിയിൽ കൂടെ ഗൂഗിൾ കേബിൾ ഇടാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കിയത്. എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ രാജ്യമാണ്. അങ്ങനത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അങ്ങനെ പല പല നിക്ഷേപങ്ങളും ഇങ്ങോട്ടേക്ക് വരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു ആഭ്യന്തര വിപണിയുടെ ഒരു ശക്തി, വേണമെങ്കിൽ ഒരു വിശ്വരൂപം എന്നൊക്കെ പറയാം, ഒരു ശക്തി. പല സ്ഥലത്തും പല സാധനങ്ങളും കിട്ടാനില്ല, പല സാധനങ്ങളും തീർന്നു പോയി. അടച്ചിട്ട ഫാക്ടറി തുറന്ന് അവര് വീണ്ടും പ്രൊഡക്ഷൻ തുടങ്ങേണ്ടി വന്നു. പല ആൾക്കാരും ദിവാലി ആഘോഷിക്കാനൊക്കെ പോയതാണ്. ഈ ദിവാലി ആകുമ്പോൾ ഒരു ഫെസ്റ്റീവ് മൂഡാണല്ലോ. സാധനങ്ങളൊക്കെ സ്റ്റോക്ക് തീരും, ഇത്ര വിറ്റുപോകും, വിറ്റുപോകുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ജനങ്ങൾ ഇത്ര മേടിക്കും എന്നുള്ളൊരു ഇതൊക്കെ. പക്ഷെ അവരുടെ എല്ലാം കണക്കൂട്ടൽ തെറ്റിപ്പോയി. പല സാധനങ്ങളും സ്റ്റോക്ക് തീർന്ന് വീണ്ടും അവർ ഒന്നേന്ന് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് കമ്പനി തുറക്കുന്ന സാഹചര്യം, ഫാക്ടറി തുറക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചേട്ടൻ ഇത് വളരെ വിശദമായിട്ട് പറയാനായിട്ട് സാധിക്കും. എന്താണ് യഥാർത്ഥത്തിൽ ഈ മാജിക്കിന് പിന്നിൽ? മുമ്പ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം MP ശ്രീ ശശി തരൂര് ഒരു കാര്യം പറയുകയുണ്ടായി. ഈ താരിഫിന്റെ ഇത് വന്നല്ലോ, ട്രംപിന്റെ താരിഫ്. അപ്പം എല്ലാവരും പറഞ്ഞു ഇന്ത്യ ഇതോടുകൂടി പിച്ചപ്പാള എടുക്കും, തെണ്ടിത്തിരിയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീ ശശി തരൂർ MP പറഞ്ഞ കാര്യമുണ്ട്. കുംഭമേള പോലൊരു 10 കുംഭമേള നടത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇന്ത്യക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് ഇപ്പോൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. 45 ദിവസമായിരുന്നു, ഏകദേശം 45 ദിവസമായിരുന്നു നമ്മുടെ UP കുംഭമേള. ഏതാണ്ട് 4.5 ട്രില്യൺ ആണ് നമുക്ക് അവിടുന്ന് കിട്ടിയ വരുമാനം. ഇന്റർനാഷണൽ ബ്രാൻഡുകളായ കൊക്കക്കോള ഉൾപ്പെടെയുള്ള കമ്പനികളും അവിടുന്ന് വലിയ നേട്ടമുണ്ടാക്കി. നമ്മൾ കണ്ടതാണ്, അവിടെ വേപ്പിന്റെ തണ്ട് പോലും വിറ്റ് ലക്ഷങ്ങൾ കൊയ്തവരെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ താരിഫിന്റെ തൊട്ടു പിന്നാലെ നരേന്ദ്രമോദി ഒരു സർജിക്കൽ ശ്രദ്ധി GST ഇളവുകൾ വരുത്തിക്കൊണ്ട് വിപണി തുറന്നു കൊടുക്കുന്ന ഒരു വലിയ ഒരു പ്രക്രിയ അദ്ദേഹം തുടക്കം കുറിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ലോകത്തിനെ തന്നെയാണ് നമ്മൾ ഞെട്ടിച്ചിരിക്കുന്നത് ഈ കുറഞ്ഞ ദിവസം കൊണ്ട്. ഞാൻ അതിന്റെ കണക്കുകൾ വിശദമായി തന്നെ പോവുകയാണ്. കാരണം ഇത് ലോകം അറിയണം, നമ്മുടെ രാജ്യത്തുള്ള ഓരോ ആളുകളും അറിയണം. അതായത് ട്രംപിന്റെ താരിഫ് കൊണ്ട് ഇന്ത്യ പൂട്ട് കെട്ടുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണോ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് എന്താണെന്ന് അറിയുക, നമ്മുടെ ഇന്ത്യൻ വിപണിയുടെ കരുത്ത് എന്താണെന്ന് അറിയാൻ നമുക്ക് ഈ കണക്കിലൂടെ തന്നെ പോയാലേ അത് മനസ്സിലാവുകയുള്ളൂ. അതായത് നരേന്ദ്രമോദി GST ഇളവ് പ്രഖ്യാപിക്കുന്നത് സെപ്റ്റംബർ 21-നാണ്. ഈ ഇളവ് നിലവിൽ വരുന്നത് സെപ്റ്റംബർ 21-ന്. അന്ന് നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ കച്ചവടം എന്ന് പറഞ്ഞാൽ 1.18 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു. 1.18 ആയിരുന്നു. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 22 ആയപ്പോഴേക്കും അത് 11.31 ട്രില്യൺ ആയി. ഒന്ന് ആലോചിക്കുക, 1.18 കിടന്നത് ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ടത് 11.31 എത്തി. അപ്പോൾ എന്ത് കുതിപ്പാണ് അവിടെ ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കണം.
ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ വലിയ രീതിയിൽ വിപണി ചലിക്കാനുള്ള കാര്യം ഒന്ന്, ഈ 2500 രൂപ താഴെ വിലയുള്ള തുണിത്തരങ്ങളുടെ GST എടുത്ത് കളഞ്ഞത് കുറച്ചു. അതോടുകൂടി തന്നെ ഈ അഹമ്മദാബാദിലും സൂററ്റിലും മറ്റുമൊക്കെ പൂട്ടിക്കിടന്ന പല വസ്ത്രനിർമ്മാണ ശാലകൾ, പ്രത്യേകിച്ച് ഈ കോട്ടൺ വസ്ത്രനിർമ്മാണ ശാലകളൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റു. അവർക്ക് 10% നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് പറഞ്ഞിരുന്നത് ഈ അമേരിക്കൻ വിപണി തീരുമ്പോൾ തന്നെ ഇന്ത്യയുടെ തുണി വ്യവസായം തകർന്ന് തരിപ്പണമാകുമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞവരുണ്ട്. അവർക്ക് മുമ്പിലേക്കാണ് ഈ കണക്ക് വെക്കുന്നത്. 10% ഉയർന്നിരിക്കുന്നത്. അതായത് തുണി വ്യവസായത്തിന്റെ നിലവിലുള്ളതിന് 10% അങ്ങനെ ഉയർന്നു. ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത് ഓട്ടോമൊബൈൽ രംഗമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാർ വിപണി. അതായത് ഈ ദിവസങ്ങളിൽ ഇതുവരെ വിറ്റഴിച്ചത് 1,65,000 കാറുകളാണ് മാരുതി കാർ മാത്രം, മാരുതി കമ്പനി മാത്രം വിറ്റഴിച്ചത്. അതിൽ തന്നെ അവർ വേറൊരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അഷ്ടമി ദിനത്തിൽ, അതായത് ഈ ആഘോഷം തുടങ്ങി അഷ്ടമി ദിനത്തിൽ മാത്രം 30,000 കാർ അവർ വിറ്റു. അവരുടെ ചരിത്രത്തിൽ തന്നെ 35 ഒറ്റ ദിവസം. അതായത് അവരുടെ ചരിത്രത്തിൽ തന്നെ 35 വർഷത്തെ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ബ്രേക്ക് നടക്കുന്നത്. ഒറ്റ ദിവസം 30,000 കാർ പോകുക എന്ന് പറഞ്ഞ ചെറിയ കാര്യം. കാറാണ് പോകുന്നത്, കപ്പലിന് വിട്ടായി അല്ല. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എത്ര ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്നത്? 1,65,000 കാറുകളാണ് പോകുന്നത്. കാറിന്റെ വില ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ കമ്പനികൾ, ഹുണ്ടായി, അവരുടെ SUV-കൾ വലിയ വളർച്ചാ നിരക്ക് നേടി. 50,000 SUV-കൾ വിറ്റുപോയി. SUV ആണ്, കാറും SUV-യും തമ്മിൽ വ്യത്യാസമുണ്ട്. SUV-യുടെ ഒക്കെ വില എനിക്ക് തോന്നുന്നത് മിനിമം ഒരു 10 ലക്ഷം രൂപയ്ക്ക് മേളിലൊക്കെയാണ് ഒരു സാധാരണ SUV. പ്രത്യേകിച്ച് ടാറ്റയുടെയും മഹീന്ദ്രയുടെ ആണെങ്കിൽ 15 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് എന്തായാലും. ഹുണ്ടായുടെ എനിക്കറിയില്ല എത്ര, അത് ഏകദേശം അത്രയൊക്കെ തന്നെ ആയിരിക്കും. 60% വളർച്ചയാണ് അവർ നേടിയത്. ഇത് അവിടെ കൊണ്ട് നിൽക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞ 4 വീലറിന്റെ കാര്യം. ഇനി 2 വീലറിലേക്ക് വന്ന ഹീറോ മോട്ടോർ കോർപ്സ്, ബജാജ്, ഇവർ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഡബിൾ കച്ചവടം നടത്തി. കാരണം ഈ GST കുറവ് വന്നപ്പോഴത്തേന് ആൾക്കാർ നമുക്കറിയാം, ഈ ഓണക്കാലത്ത് നമ്മുടെ കേരളത്തിൽ പോലും ഈ ഓണക്കാലമാണ്. കേരളത്തിലെ മലയാളികൾ മിക്കവരും ചിങ്ങം 1 ഒരു കാറ് വേണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഷോറൂമിൽ ചെല്ലുന്നത് തന്നെ. വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യും, ചിങ്ങം കിട്ടണം. ചിങ്ങം 1 നമ്മൾ ഏറ്റവും വലിയ പ്രിഫറൻസ്. ഇല്ലെങ്കിൽ ഓണത്തിന് മുമ്പ് കിട്ടിയാലും മതി നമ്മൾ പറയും. പക്ഷെ ഇത്തവണ കാറ് വാങ്ങാൻ ആളില്ലായിരുന്നു കേരളത്തിൽ. കാരണം ഈ GST കുറയും എന്ന് കണ്ടതുകൊണ്ട് എല്ലാവരും കാർ വാങ്ങാൻ നിർത്തി വെച്ചിട്ട് ബുക്ക് ചെയ്തവർ പോലും അസെൻഡ് ചെയ്തു. അവർ പറഞ്ഞു ഇപ്പൊ വേണ്ട, പിന്നെ മതി, ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. ഏതായാലും ആ ഒരു വിൽപ്പന വലിയ രീതിയിൽ കുതിച്ചു. പിന്നെ മറ്റൊരു വലിയ വിപണി ഗാർഹിക വിപണിയിലേക്കാണ് കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. അതില് ഏറ്റവും കൂടുതൽ നേടിയത് TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ. ഈ TVയുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക വീടുകളിലും ടെലിവിഷൻ ഉണ്ട്. ഈ ടെലിവിഷൻ നമ്മുടെയൊക്കെ വീടുകളിലും ടെലിവിഷൻ ഉണ്ട്. ഈ ടെലിവിഷൻ പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് അടിക്കടി മാറാൻ കഴിയില്ല. കാരണം എപ്പോഴും ഇതിന്റെ മോഡലുകൾ മാറിക്കൊണ്ടിരിക്കും. മുമ്പ് ഈ ഫ്ലാറ്റ് TV വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിന്റെ പിന്നാലെ പോയി. പിന്നെ LED ആയി, LCD ആയി, പല മോഡലായി, പ്ലാസ്മ മോഡലായി, പിന്നെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്നതായി, പ്രൊജക്ടർ ടൈപ്പ് ആയി, അങ്ങനെ പല മോഡലായി. അപ്പൊ ഇത് നമുക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഒരു സാധാരണപ്പെട്ട വീട്ടുകാരന് അത് എപ്പോഴും മാറി വാങ്ങാൻ പറ്റില്ല. കാറും അതുപോലെ തന്നെ ഈ TV, ഫ്രിഡ്ജൊന്നും, വാഷിംഗ് മെഷീനും. കാരണം നമ്മൾ മാക്സിമം ഒരു ഇടത്തരക്കാര് മാക്സിമം അത് തേഞ്ഞു തീരുന്നവരെ നമ്മൾ ഉപയോഗിക്കും. TV ഒക്കെ അവസാനം പിക്ചർ ട്യൂബൊക്കെ അടിച്ചു പോയിട്ട് TV തന്നെ പറയണം എന്നെ മാറ്റൂ എന്ന് പറയുന്ന ഒരു സമയം വരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എല്ലാ വീടുകളിലും ഈ 85-100 സെന്റിമീറ്റർ സ്ക്രീനുള്ള TVകൾക്ക് ഒരു ട്രെൻഡ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ ഇടയിൽ അതൊരു തരംഗമായി വന്നു. അതിപ്പോ ഈ ധനുഷ് പറഞ്ഞ ഈ ആൻഡ്രോയിഡ് ടൈപ്പ് TVകൾ, സ്മാർട്ട് TVകൾ, അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ്. അപ്പൊ അതെങ്ങനെ വാങ്ങും, വലിയ പൈസയാണല്ലോ എന്ന് പറഞ്ഞിരുന്നിടത്താണ് ഈ GST ഇളവും പിന്നെ ഈ ഉത്സവകാലത്ത് കമ്പനികൾ കൊടുക്കുന്ന ഓഫറും കൂടെ വന്നപ്പോഴത്തേനും വില കുത്തനെ ഇടിഞ്ഞു. അതിൽ 85 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിന്റെ TVകളാണ് വലിയ രീതിയിൽ ഇന്ത്യയിൽ വിറ്റുപോയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 100 ഇഞ്ചിന്റെ TV വീണ്ടും അവരുടെ ഉൽപാദനം തന്നെ നിന്നുപോകുന്ന, അവരുടെ ഗോഡൌണുകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടായി എന്ന് ഹയർ എന്ന് പറയുന്ന ഒരു കമ്പനി അവർ പറയുന്നു. ഞങ്ങളുടെ ഉൽപാദനം തന്നെ ഇതായിപ്പോയി. അതായത് അവരുടെ സ്റ്റോക്കുകൾ തന്നെ അവർ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ് വിറ്റുപോയത്. 100 ഇഞ്ചിന്റെ TV എന്ന് പറഞ്ഞാൽ 30-30,000 രൂപയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പൊ 30-35 രൂപയ്ക്ക് കിട്ടണം. ആ രീതിയിലേക്ക് വന്നു. 50, 70, 60 ഒക്കെ ആയപ്പോഴാണ് ജനം ഒന്ന് മടിച്ചു നിന്ന്. അപ്പൊ TV എല്ലാവരും പെറുക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ മാറ്റിയെടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനകത്ത് നേട്ടം, വാഷിംഗ് മെഷീനിലും ഈ പറയുന്ന റെഫ്രിജറേറ്ററിലും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ കമ്പനി നമ്മുടെ ഈ പറയുന്ന റിലയൻസ് ഉണ്ട്, LG ഉണ്ട്, ഗോദ്രേജ് ഉണ്ട്. അതുപോലെ തന്നെ വിജയ് സെയിൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവരുടെ മിക്സി മറ്റുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് വരും, എല്ലാം കൂടെ വരും, ഗാർഹിക ഉൽപ്പന്നങ്ങളാണ്. അത് ഒരു നേട്ടം അവരുണ്ടാക്കി. ഇനി ഓൺലൈൻ വ്യാപാരം ഈ ടൗണുകളിലെ അപേക്ഷിച്ച്, അതായത് നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണല്ലോ ആമസോണും അങ്ങനെയുള്ള ഫ്ലിപ്കാർട്ടും ഒക്കെ പിന്നെ കരുത്തറിയിക്കുന്നത്. അവരുടെ കച്ചവടം ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത്
നമ്മുടെ നഗരങ്ങളെ തന്നെ 1 ടയർ 2 ടയർ എന്നൊക്കെ നമ്മൾ തരംതിരിക്കും. അതായത് ഒരു ഹൈ ടീമിന് 1 ടയർ നഗരങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. 2 ടയർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് താഴെ നിൽക്കുന്നത്. ഈ 1 ടയർ 2 ടയറിലാണ് ഈ കച്ചവടം മുഴുവൻ സാധാരണ നടക്കുന്നത്, സാധാരണപ്പെട്ടവന്റെ വീട്ടിലും. പക്ഷെ ഇത്തവണ ഞെട്ടിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ നിന്നാണ് ആമസോൺ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്നത്. 2760 ദശലക്ഷം രൂപയുടെ കച്ചവടം നേടി. ഇത്രയും ദിവസം കൊണ്ടുള്ള കാര്യമാണ് പറയുന്നത്, നേടിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് മീഷോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബ്രാൻഡ് എത്തി. അവര് 117 ദശലക്ഷം രൂപയുടെ കച്ചവടം ഇത്രയും ദിവസത്തിനുള്ളിൽ നേടി. അതിൽ എടുത്തു പറയുന്ന കാര്യം, ഇത് ഗ്രാമങ്ങളിലാണ് ഇത്തവണ ഓൺലൈൻ വ്യാപാരം പൊടിപൊടിച്ചത് എന്നാണ് ഇവര് പറയുന്നത്. അതായത് വളരെ വലിയ ഒരു നേട്ടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. ഒപ്പം തന്നെ ഈ ചെറുകിട കച്ചവടക്കാർക്ക് വലിയ കച്ചവടം, ചെറുകിട വൻകിട, നമുക്കറിയാം ഈ ഉത്സവകാലം അല്ലെങ്കിൽ നവരാത്രി ദീപാവലി എന്നൊക്കെ പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് പറയണം, നമുക്ക് ഒരു ദിവസത്തെ ഒരു ആഘോഷം മാത്രമാണ് അത് ഉള്ളത്. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് വെച്ചാൽ ആഘോഷങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ്. അത് ഏറ്റവും വലിയ രസം 45, അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, 45 ദിവസം കൊണ്ട് യോഗി ആദിത്യനാഥ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുവെങ്കിൽ 4.5 കോടി 4.5 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസിലേക്ക് കച്ചവടം എത്തിച്ചുവെങ്കിൽ, ഇതിപ്പോൾ ഈ നവരാത്രി തൊട്ട് ദീപാവലി വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ഉണ്ടെന്ന് കണക്കൂട്ടി നോക്കാം. മാക്സിമം അത്രയൊക്കെ തന്നെ ഉള്ളൂ, ഒരു 45 ഡേയ്സ് അത്രയൊക്കെ തന്നെ ഇതും വരുവേ ഉള്ളൂ. ആ 45 ഡേയ്സിലാണ് ഇവിടെ. ഇനി മറ്റൊരു കാര്യം, സ്വർണത്തിന് വില പിന്നെ കുതിച്ച് ഉയർന്നിരിക്കുകയാണ്. പക്ഷെ അതും ഇന്ത്യക്കാർ ഞെട്ടിച്ചിരിക്കുന്നു. അതായത് ഈ ധന്തേരസ് എന്ന് പറഞ്ഞ നമ്മളെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ധന്തേരസ് ആഘോഷങ്ങളുടെ ആശംസയൊക്കെ നേർന്നു. ധന്തേരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധന്വന്തിരി ദേവന്റെ ഒരു പ്രതീകമായിട്ടാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഈ സ്വർണം മേടിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്താണ് ആ ദിവസത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ആളുകൾ ഈ സ്വർണം മേടിക്കാൻ അക്ഷയ തൃതീയ. അതേപോലെ തന്നെ ഈ ധന്തേരസ് ദിവസമാണ് ഈ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ അവർ സ്വർണ്ണ വെള്ളിയാഭരണങ്ങളൊക്കെ വാങ്ങും. ഈ റെക്കോർഡ് മറികടന്നും സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വലിയ തിരക്കനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അതിനേക്കാൾ ഞെട്ടിച്ചത് വെള്ളി വിപണിയാണ്. നമുക്കറിയാം ഈ തമിഴ്നാട് മുതൽ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവർ പാത്രങ്ങളടക്കം വെള്ളി അവരുടെ ഒരു ആഡംബരത്തിന്റെ ഭാഗമാണ്. വെള്ളി പാത്രങ്ങൾ, വെള്ളി പ്ലേറ്റ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ പല വീടുകളിലും ഒക്കെ ചെല്ലുമ്പോൾ അവര് ഈ VIP ഗസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ വെള്ളി ഗ്ലാസിനകത്താണ് നമുക്ക് വെള്ളം കൊണ്ടു തരുന്നത്, വെള്ളിയുടെ ഗ്ലാസ്. അപ്പൊ വെള്ളി പ്ലേറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ഞാൻ ഗുജറാത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, നമ്മുടെ ചീപ്പെടുത്തിട്ടൊക്കെ വീടുകളിലൊക്കെ നമ്മൾ ചെല്ലേണ്ട സാഹചര്യം വരുമ്പോൾ അവർ ആ ഒരു ഗ്ലാസ്സിൽ, കാരണം അവരുടെ ആഡംബരത്തിന്റെ ഭാഗമാണ്. അവിടെ വെള്ളി ആണ് അവരുടെ ഒരു മെയിൻ. അവിടെയുള്ള പണക്കാര് ഭക്ഷണം കഴിക്കുന്നതും വെള്ളിയിലാണോ, വെള്ളിപ്പാത്രത്തിലാണോ? വെള്ളി പാത്രത്തിൽ അവർ ഭക്ഷണം കഴിക്കാറില്ല. പകരം അവർ ഈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, അത് കൂടുതലും ഈ അമ്പലങ്ങളിൽ ഈ വിളക്ക് കത്തിക്കുന്നിടത്തൊക്കെയാണ് അവർ വെള്ളിപ്പാത്രം വെക്കുന്നത്. അതിനവര് സ്വീറ്റ്സ് ഒക്കെ വെച്ചാൽ അതെ, ദൈവത്തെ നിരക്കാഴി ആ ഒരു പണിക്കൊന്നും കാണിക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ അവർ ഈ വെള്ളിയുടെ ഉള്ളവർ ചന്ദനത്തിരി കുത്തുന്നത് അങ്ങനെയൊക്കെ ഉള്ളത്, കാരണം അത് അവരുടെ സ്റ്റാറ്റസിന്റെ ഭാഗമാണ്. അപ്പോ ഇത് പാത്രങ്ങളുമുണ്ട്, വെള്ളിപ്പാത്രങ്ങളുമൊക്കെ. നമ്മുടെ ഈ ഓടിന്റെ കിണ്ടി എന്നൊക്കെ പറയുന്നതൊക്കെ ഇവർ ഈ വെള്ളിപ്പാത്രത്തിൽ വെള്ളം ശേഖരിച്ചിട്ട് ദൈവങ്ങളുടെ ഇത് ചെയ്യുന്നതുമൊക്കെ. അതുപോലെ വെള്ളിപ്പാത്രയുടെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ പൂക്കൾ അമ്പലത്തിൽ കൊണ്ടുപോകാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ചെറിയ, നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. അതിന്റെ നമ്മുടെ ഇവിടെ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അവിടെ കൈക്കട, അപ്പൊ അത് സ്റ്റീലാണ്. അവിടെ ഈ വെള്ളി ഉണ്ടല്ലോ. വെള്ളിയുടെ കച്ചവടം കൂടിയിട്ട് ഈ വെള്ളി കച്ചവടക്കാർ പറയുന്നത്, ഇത്രയും ഭ്രാന്തമായ ജനം കടകളെ സമീപിച്ച ആദ്യം കടകൾ പൂട്ടി, സ്റ്റോക്ക് തീർന്നു. ഇത് ലണ്ടനിലും സംഭവിച്ചു എന്നുള്ളതാണ്. UK ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസികൾ UK പോലും വെള്ളിയാഭരണങ്ങളുടെ സ്റ്റോക്ക് തീരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട, അതായത് സമസ്ത മേഖലയിലും ഇത്രയും ദിവസത്തിനിടയിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ദില്ലിയിൽ മാത്രം ഇത്രയും ദിവസത്തിനിടയിൽ നടന്ന കച്ചവടം എന്ന് പറയുന്നത് 75,000 കോടി രൂപയുടെ കച്ചവടമാണ് ദില്ലിയിൽ മാത്രം ഇത്രയും ദിവസത്തിനുള്ളിൽ നടന്നത്. അതായത് ഈ ദീപാവലി കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു യഥാർത്ഥ ചിത്രം പുറത്തു വരും. അപ്പോൾ നമ്മുടെ സർക്കാർ, കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് 7 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ കച്ചവടം നടക്കുമെന്നാണ്. 7 അല്ല അവർ പ്രതീക്ഷിക്കുന്നത്, അവർ 7.5 എങ്കിലും എത്തും എന്നാണ്. നമുക്കറിയാം കുംഭമേള തുടങ്ങിയപ്പോൾ ശ്രീ യോഗി ആദിത്യനാഥ് പറഞ്ഞത് $2 ട്രില്യൺ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു 3 ട്രില്യൺ ആണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനെയും കവച്ചു വെച്ചുകൊണ്ട് 4.5 എത്തി. ഇവര് പ്രതീക്ഷിക്കുന്ന 7 ആണ്. ഈ 7 10 എത്തിയാലും അത്ഭുതപ്പെടാനില്ല. അതിനു മാത്രം ഒരു ബൂമിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് ഇന്ത്യയുടെ കാര്യത്തിൽ. ഇവിടെയാണ് ഈ ലോകത്തുള്ള കമ്പനികൾ മുഴുവൻ ഇന്ത്യയിലേക്ക് വരുന്നത്. കാരണം അവർക്ക് ഇവിടെ ഉൽപ്പന്നം ഉണ്ടാക്കി വേറെ എങ്ങോട്ടും കയറ്റിയുണ്ട്. ചൈനയിലെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, ചൈനയിൽ ഫാക്ടറികൾ വരുന്നത് ഉൽപ്പന്നം ഉണ്ടാക്കിയതിന് ശേഷം, അതായത് അവിടുത്തെ ഈ ചീപ്പ് റേറ്റിന് അവർക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അവരുടെ പിന്നെ തൊഴിലാളികളുടെ വേതനമായാലും മറ്റു കാര്യങ്ങളിലായാലും ഒക്കെ ആ ലാഭം കൂടെ എടുത്തുകൊണ്ട് കുറഞ്ഞ റേറ്റിന് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആ ഉൽപ്പാദനം അവർ മറ്റു രാജ്യങ്ങളിൽ കയറ്റി വെച്ചാണ് ലാഭം കൊയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ അതിന്റെ ആവശ്യമില്ല. ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പകുതി കൂടുതൽ വിറ്റഴിഞ്ഞു പോകാൻ ഈ വിപണി തന്നെ ധാരാളമാണ്.
ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് UK അടക്കമുള്ള രാജ്യങ്ങൾ ഫ്രീ ട്രേഡിംഗിലേക്ക് നമ്മളുമായി ഒപ്പിടുന്നത്. അനവധി രാജ്യങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നു. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യക്കെതിരെ നിങ്ങൾ ഉപരോധം വെക്കണം, നിങ്ങൾ താരിഫ് വെക്കണം. അപ്പൊ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ കഞ്ഞിപ്പാറ്റടാൻ ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ. ഇത് 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 ഇവിടെ ഞാൻ ശ്രീ ശശി തരൂരിന്റെ വാക്കുകൾ തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. ശശി തരൂർ പറഞ്ഞത് ഈ കുംഭമേള ഇതുപോലെ 3-4 കുംഭമേള നടത്തിയ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞു. വലിയ രീതിയിൽ തന്നെ ഏറ്റെടുത്തു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും വലിയ ഡിമാൻഡ്. അതൊരു ഒരു ഒരു വലിയ സംഭവമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനമായിരുന്നു നമ്മൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന്. അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ നോക്കി തന്നെ ആളുകൾ ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെ നമ്മുടെ ഈ വാഹന വിപണിയിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പറയുന്ന ടാറ്റയും മഹീന്ദ്രയും പിന്നെ ഒക്കെ തന്നെയാണ് അതിൽ മുൻപന്തി നിൽക്കുന്നത്. ഫ്രിഡ്ജുകളിൽ തന്നെ ഗോദ്രേജ് അടക്കമുള്ള കമ്പനികളാണ് മുൻനിരയിൽ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡുകൾ, മെയ്ഡ് ഇൻ ഇന്ത്യ, ഒരു ഉൽപ്പന്നം എടുത്താൽ സിമ്പിൾ ആണ് നോക്കാനായിട്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ ആണോ അല്ലേ എന്നുള്ളത് ഏതൊരാൾക്കും അത് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നതാണ്. അത് വിദേശ കമ്പനി ആയാലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നതാണ്. പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നത്തിലും ഇന്ത്യക്കാരന്റെ വിയർപ്പുണ്ടാകണം, അധ്വാനം ഉണ്ടാകണം. അത് ഇന്ത്യക്കാരന്റെ വീട്ടിലേക്കും അതിന്റെ ഒരു പങ്ക് എത്തുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഒരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തൊരു തൊഴിലാളി ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അവന്റെ വീട് പുകയുന്നതും ആദ്യം നിന്ന് കിട്ടുന്ന വരുമാനം തന്നെയാണ്. അതായത് ഇന്ത്യക്കാരൻ ഉൽപ്പന്നം നമ്മൾ വാങ്ങും, അല്ലാതെ എവിടെങ്കിലും ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ഇവിടെ കൊണ്ടുവച്ച് വിറ്റഴിക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുതെന്ന് ഇങ്ങനെ പറയുന്ന ഒരു പ്രധാനമന്ത്രിയും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ജനവും ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ലോകത്തിന്റെ നമ്പർ 1 ആയി നിൽക്കുന്ന ക്ഷീര വിപണി ട്രംപിന് തുറന്നു കൊടുക്കാൻ കഴിയുക? 48% നമ്മുടെ കാർഷിക വിപണി 2% അമേരിക്കയ്ക്ക് മുമ്പ് തുറന്നു കൊടുക്കാൻ കഴിയുന്നത്. ഇവിടെയാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധം ചീറ്റിപ്പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യണമെന്നറിയാം. കാരണം ഇന്ത്യ വലിയ ധൃതി പിടിക്കുന്നില്ല വ്യാപാരക്കാരർ ഇപ്പൊ തന്നെ വേണമെന്നുള്ളത്, പതുക്കെ മതി എന്നുള്ള ധാരണയിലാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാതെ, അതായത് ഈ ആളുകളെ പൊട്ടന്മാരാക്കാനായിട്ട് കുറെ പേര് വാർത്തകൾ ചമയ്ക്കുന്നുണ്ട്. അത് ഇന്ത്യ തകർന്നു പോയി, ട്രംപ് പോയാൽ അത് ചെയ്യും ഇത് ചെയ്യും, ഇന്ത്യ പോയി മുട്ടി, ഒരു കുന്തവുമില്ല. ഇത് 45 ദിവസത്തെ ദീപാവലി, നവരാത്രി, ദസറ, പൊങ്കൽ തുടങ്ങിയ ആഘോഷങ്ങളിൽ നിന്ന് മാത്രം ഇന്ത്യക്കാരന്റെ പോക്കറ്റിൽ നിന്ന് ഇന്ത്യക്കാരൻ വിപണിയിലേക്ക് മുടക്കുന്നത് 7 ട്രില്യൺ ആണെന്ന് ആലോചിക്കണം. കുംഭമേളയ്ക്ക് നമ്മൾ കണ്ടു, ഇത് എല്ലാ ആഘോഷങ്ങളിലും ഉണ്ട്. അതായത് GST കുറവ് ജനം നന്നായി ആഘോഷിക്കുന്നു എന്ന് തന്നെയാണ് ഒരു വലിയ വാർത്തയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ പ്രധാന 10 തലക്കെട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വാർത്തയും ഇത് തന്നെയാണ്.